നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നമ്മുടെ മുന്നിൽ കളിച്ചും ചിരിച്ചും നമ്മളോടൊപ്പം ഭക്ഷണം കഴിച്ചും നമ്മുടെ കൂടെ നൃത്തം ചെയ്തുമൊക്കെ നിന്നിരുന്ന വ്യക്തി പെട്ടെന്ന് നമ്മുടെ കൺമുന്നിൽ വെച്ച് തന്നെ കുഴഞ്ഞു വീഴുന്നു. കുഴഞ്ഞു വീണിട്ട് നിന്ന് പിന്നീട് അനക്കമില്ലാതെ കിടക്കുന്നു. പിന്നീട് അറിയാൻ സാധിക്കുന്നത് അയാൾ മരിച്ചുവെന്നാണ്. വല്ലാത്തൊരു അവസ്ഥയാണ് ഇത്തരമൊരു അനുഭവം നമുക്കുണ്ടാകുമ്പോൾ. ഇങ്ങനൊരു അനുഭവം കഴിഞ്ഞ ദിവസം ഓണാഘോഷം പരിപാടിയിൽ എത്തിയ നിയമസഭയിലെ ഓണാഘോഷ പരിപാടിയിലെത്തിയ എല്ലാവർക്കും ഉണ്ടായിരുന്നു. നിയമസഭയിലെ ഓണാഘോഷത്തിനിടെ ജീവനക്കാരൻ കുഴഞ്ഞു വീണ് മരിച്ച വാർത്ത അതീവ ദാരുണയോടുകൂടിയാണ് എല്ലാവരും കണ്ടതും കേട്ടതും. വയനാട് സുൽത്താൻ ബത്തേരി വാഴയിൽ ഹൌസിൽ കുഞ്ഞബ്ദുള്ളയുടെയും ഐഷയുടെയും മകൻ പി ജുനൈസ് ആണ് മരിച്ചത്. 45 വയസ്സായിരുന്നു പ്രായം. നിയമസഭാ ലൈബ്രറിയിലെ ജീവനക്കാരനാണ് ജുനൈസ് അബ്ദുള്ള. നൃത്ത പരിപാടിക്കിടെയാണ് കുഴഞ്ഞു വീണത്. നിലമ്പൂർ മുൻ MLA PV അൻവറിന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു ജുനൈസ്. നിയമസഭയിലെ ശങ്കരനാരായണൻ തമ്പി ഹാളിൽ ഡാൻസ് പരിപാടിയിൽ പങ്കെടുക്കുന്നിടയിൽ ജുനൈസ കുഴഞ്ഞു വീഴുകയായിരുന്നു. ഉടനെ തന്നെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. 3 മണിയോടെയാണ് ദാരുണമായ സംഭവം അരങ്ങേറിയത്. നിയമസഭയിൽ ഡെപ്യൂട്ടി ലൈബ്രറിയനാണ് അദ്ദേഹം. ഓണസദ്യയ്ക്ക് ശേഷം തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 3:30 കൂടിയാണ് ശങ്കരനാരായണൻ തമ്പി ലോഡ്ജിൽ ജീവനക്കാരുടെ കലാപരിപാടികൾ നടന്നത്. ഇത് നടക്കുമ്പോഴായിരുന്നു സംഭവം. സ്റ്റേജിൽ നൃത്തം അവതരിപ്പിക്കുന്നിടയിൽ ജുനൈസ കുഴഞ്ഞു വീഴുകയായിരുന്നു. കാൽ വഴുതി വീണതാണെന്നാണ് ഒപ്പമുള്ളവർ ആദ്യം കരുതിയത്. എന്നാൽ എഴുന്നേൽക്കാതിരുന്നതോടുകൂടി ജുനൈസിനെ നിയമസഭയിലെ ആംബുലൻസിൽ ജനറൽ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. 14 വർഷമായി നിയമസഭയിൽ ജോലി ചെയ്തു വരികയാണ് ജുനൈസ. PV അൻവർ MLA ആയിരുന്ന ഘട്ടത്തിന്റെ അദ്ദേഹത്തിൽ പേഴ്സണൽ സ്റ്റാഫായി പ്രവർത്തിച്ചിരുന്നു. അൻവർ രാജിവെച്ചതിനെ തുടർന്നാണ് നിയമസഭയിലേക്ക് മടങ്ങിയത്. സംഭവത്തെ തുടർന്ന് നിയമസഭയിലെ ഓണാഘോഷം നിർത്തിവെച്ചിരുന്നു. മോർച്ചറിയിൽ സൂക്ഷിച്ചിരുന്ന മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ചൊവ്വാഴ്ച നിയമസഭയിൽ പൊതുദർശനത്തിന് വെക്കും. തുടർന്ന് നാട്ടിലേക്ക് കൊണ്ടുപോകും. ജുനൈസിന്റെ നിര്യാണത്തിൽ സ്പീക്കർ AN ഷംസീർ അനുശോചനം അറിയിച്ചിട്ടുണ്ട്. റസീനയാണ് ജുനൈസിന്റെ ഭാര്യ. മക്കൾ നജാദ് അബ്ദുള്ള 9ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. നിഹാദ് അബ്ദുള്ള 6ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. മാത്രമല്ല, ഈ വടംവലി മത്സരത്തിനൊക്കെ തന്നെ 1ാം സമ്മാനം ലഭിച്ചിരുന്നു. ഒപ്പം മറ്റ് മത്സരങ്ങളിലൊക്കെ തന്നെ വലിയ ആവേശത്തോടെ കൂടെ പങ്കെടുത്തിരുന്നു. സ്റ്റേജിൽ നൃത്തം ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് തലയിൽ കൈ വെക്കുകയും പെട്ടെന്ന് വീഴുകയും ചെയ്തിരുന്നു. പെട്ടെന്ന് കാല് വഴുതി വീണതാകാമെന്നാണ് കരുതുന്നത്. പക്ഷെ അങ്ങനെയല്ല, അദ്ദേഹം അല്ലാതെ വീണു പോവുകയായിരുന്നു എന്നാണ് മനസ്സിലാകുന്നത്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഇന്ന് മൃതദേഹം ഇവിടെ നിയമസഭ ഹാളിൽ പൊതുദർശനത്തിന് വെക്കുമെന്നാണ് മനസ്സിലാകുന്നത്. അതീവ ദാരുണമായ സംഭവമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതേസമയം തൃപ്പൂണിത്തുറയിൽ അത്തച്ചമയ ഗ്രൗണ്ടിലെ അമ്യൂസ്മെന്റ് പാർക്കിൽ ഉണ്ടായ അപകടത്തിൽ ആകാശ ഊഞ്ഞാൽ പ്രവർത്തിച്ചത് സുരക്ഷാ മുൻകരുതൽ ഇല്ലാതെ എന്ന് കണ്ടെത്തൽ. ഇരിപ്പിടത്തിൽ വീഴാതെ തടഞ്ഞു നിർത്താനുള്ള ക്രോസ് ബാർ ഊഞ്ഞാലിൽ ഇല്ലായിരുന്നു. അപകടത്തിൽ സുരക്ഷാ വീഴ്ച പരിശോധിക്കുമെന്ന് നഗരസഭ അറിയിച്ചു. രാത്രി 10 മണിക്ക് ശേഷമായിരുന്നു അപകടം ഉണ്ടായത്. ആകാശ ഊഞ്ഞാലിൽ നിന്ന് വീണ തൃപ്പൂണിത്തുറ സ്വദേശിയായ വിഷ്ണുവിന് പരിക്കേൽക്കുകയുണ്ടായി. വിഷ്ണു ചികിത്സയിൽ തുടരുകയാണ്. വിഷ്ണു സുഹൃത്തുക്കൾക്കൊപ്പമാണ് ആകാശ ഊഞ്ഞാലിൽ കയറാൻ എത്തിയത്. അപകടത്തിൽ കൂടുതൽ അന്വേഷണം നടത്തി വരികയാണ്. എന്തായാലും മറ്റ് ഗുരുതര പരിക്കല്ല എന്നാണ് വിവരം. ഏതായാലും മറ്റ് അനർത്ഥങ്ങളൊന്നും തന്നെ ഉണ്ടാകരുത് എന്ന പ്രാർത്ഥനയാണുള്ളത്. ആകാശ ഊഞ്ഞാൽ എപ്പോഴും ഒരു അപകടം നിറഞ്ഞ വസ്തു തന്നെയാണ്. പക്ഷേ അതിന്റെ ആവേശവും അതിന്റെ ഭംഗിയും ഒക്കെ കാണാൻ എല്ലാവരും അതിൽ കയറാറും പതിവാണ്.